അതേസമയം ആശാവർക്കേഴ്സിന് ഓണറേറിയം അനുവദിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പിൻവലിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ ആ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം 19-ന് സർക്കാർ എടുത്ത ഈ തീരുമാനം ഈ മാസം 12-നാണ് ഉത്തരവായി പുറത്തിറങ്ങിയത്. സർക്കാരിൻ്റെ തീരുമാനം പുറത്തു കൊണ്ടുവന്ന അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലക്സ്, ഇത് ഈ കഴിഞ്ഞ ദിവസം നമസ്കാരം അലക്സ്, ഗുഡ് ഈവനിങ്. നമ്മൾ ഈ കാര്യം മന്ത്രി വീണ ജോർജ് സഭയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഇതിന് ഈ ഉത്തരവിൻ്റെ പകർപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. സെക്രട്ടേറിയറ്റ് വളയുന്നു. അവരുടെ പ്രതിഷേധം അങ്ങനെ കടുപ്പിച്ച് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 3-4 പേർ കടുത്ത ചൂടിൽ തളർന്നു വീഴുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ അവരുടെ ആത്മവിശ്വാസം ചോർത്തുന്നുമില്ല. ആ ഒരു സമയത്ത് ഈ ഉത്തരവിനെ കുറിച്ച് കൂടുതൽ പറയൂ അലക്സ്. സ്മിത, ഗുഡ് ഈവനിങ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആശാ വർക്കർമാർ നടത്തുന്ന സമരം എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ്. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ആവശ്യം അവരുടെ പ്രതിമാസ ഓണറേറിയം 7,000 രൂപയിൽ നിന്ന് 21,000 രൂപയാക്കി ഉയർത്തുക, അവരുടെ വിരമിക്കൽ ആനുകൂല്യം അത് 5 ലക്ഷം രൂപയാക്കുക, മറ്റൊന്ന് ഈ ഓണറേറിയം ലഭിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ഉപാധികൾ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ നിരവധി ആവശ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ സമരം ആരംഭിച്ച ഫെബ്രുവരി മാസം 6-ാം തീയതി മന്ത്രി വീണ ജോർജും അതുപോലെ ഈ ആശാ വർക്കർമാരും ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഈ ഓണറേറിയം ഏർപ്പെടുത്തുന്നുള്ള മാനദണ്ഡങ്ങൾ പിൻവലിക്കുന്നതിനൊരു സമിതിയെ നിയോഗിക്കാനുള്ള ഒരു തീരുമാനം അന്ന് കൈക്കൊണ്ടിരുന്നത്. പിറ്റേ ദിവസം തന്നെ ആ സമിതിയെ നിയമിച്ച് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. ആരോഗ്യ വകുപ്പിലെയും അതുപോലെ നാഷണൽ ഹെൽത്ത് മിഷനിലെയും ജീവനക്കാരെ ഉൾപ്പെടുത്തിയാണ് ആ സമിതി രൂപീകരിച്ചത്. അവരുടെ ആ വിഷയം പരിശോധിച്ച് അത് പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് നൽകാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഫെബ്രുവരി മാസം 19-ന് ആരോഗ്യവകുപ്പ് അതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ടു. ആശാപ്രവർത്തകർക്ക് ഓണറേറിയം ലഭിക്കുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഉപാധികളും എല്ലാ മാനദണ്ഡങ്ങളും പിൻവലിക്കുന്നു സർക്കാർ എന്നുള്ളതായിരുന്നു അന്ന് ആരോഗ്യവകുപ്പ് കൈക്കൊണ്ട തീരുമാനം. അത് നമ്മൾ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ ഉത്തരവ് ഇറങ്ങുന്നത് മാർച്ച് മാസം 12-ാം തീയതിയാണ്. ഇന്ന് മാർച്ച് മാസം 17-ആണ്. ഇന്ന് ഈ ആശാപ്രവർത്തകരുടെ സമരം 36-ാം ദിവസമാണ്. അതുമാത്രമല്ല, സമരത്തിൻ്റെ പ്രധാനപ്പെട്ട നാഴികക്കല്ലായ ഒരു ദിവസമാണ് ഇന്ന്. സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാൻ ആശാ വർക്കർമാർ തീരുമാനിക്കുന്നു. 100 കണക്കിന് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി നിൽക്കുന്നുണ്ട്. പലരും കുഴഞ്ഞു വീഴുന്നുണ്ട്. ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു ദിവസമാണ് ഈ ഉത്തരവ് പുറത്തു വരുന്നത്. അപ്പോഴെങ്കിലും ആശാപ്രവർത്തകർ അവരുടെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമോ എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ സർക്കാരോ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ആലോചിക്കുന്നത്. പക്ഷേ ഈ ഫെബ്രുവരി മാസം 19-ന് തന്നെ ആശാപ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു, അങ്ങനെ കണ്ണിൽ പൊടിയിടണ്ട, തങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിലൊരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ ഈ സമരരംഗത്ത് നിന്ന് പിന്നോട്ടുള്ളൂ എന്നാണ് ആശാപ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് അല്പം മുമ്പ് അവർ പറഞ്ഞത്. നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു, സമരം കടുപ്പിക്കുന്നു. ശരി.